Next, we can discuss one question, that is find out the center or bicenter of the following tree. നമുക്കൊരു ഗ്രാഫ് തന്ന അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ബൈസെൻറ്റർ ഒരു ഗ്രാഫിൽ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ബൈസെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി സെൻറ്റർ ഒരു ട്രീയിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ തിയറത്തിൽ പഠിച്ചു, ഒരു എവറി ട്രീ ഹാസ് ഐദർ 1 or 2 സെൻറ്റേഴ്സ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പഠിച്ചു ഒരു ട്രീന് ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു ബൈസെൻറ്റർ ഉണ്ടാവുമെന്നാണ് അല്ലേ, നമ്മൾ അങ്ങനെ പഠിച്ചിരുന്നു. അപ്പം ഈ ട്രീയിൽ സെൻറ്റർ ആണോ സെൻറ്റർ മീൻസ് ട്രീ ഹാവിങ് എ സിംഗിൾ സെൻറ്റർ ഇറ്റ് ഇസ് നോൺ എസ് സെൻറ്റേർഡ് ട്രീ എന്ന് പറയും. ആൻഡ് ട്രീ ഹാവിങ് 2 സെൻറ്റേഴ്സ് ഇസ് നോൺ ആസ് ബൈസെൻറ്റേർഡ് ട്രീ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അത് സെൻറ്റർ ആണോ ബൈസെൻറ്റർ ആണോ നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ദ എസെൻട്രിസിറ്റി ഓഫ് ഓൾ ദ വെർട്ടീസസ്, റൈറ്റ്? ഒരു സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എന്താണ് സെൻറ്റർ, അപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിമം എസെൻട്രിസിറ്റിയാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയണം എന്താണ് എസെൻട്രിസിറ്റി. എന്താണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസിൽ മാക്സിമം, ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള ഇതാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡിസ്റ്റൻസ് എന്താണ്? അടുത്തത് ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്താണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മിനിമം എസെൻട്രിസിറ്റി. ഇനി എസെൻട്രിസിറ്റി മീൻസ് മാക്സിമം ഡിസ്റ്റൻസ്. ഇനി മാക്സിമം മീൻസ് ഡിസ്റ്റൻസ് മീൻസ് ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ വരിക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദ എസെൻട്രിസിറ്റി ഓഫ് ദ വെർട്ടീസസ്. എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? കാരണം ആ എസെൻട്രിസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് മിനിമം വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ അങ്ങനെ ഞാൻ ഓരോ വെർട്ടെക്സിൻ്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് വെർട്ടെക്സിൻ്റെ എസെൻട്രിസിറ്റി നോക്കിക്കേ, എക്ക് ഇതാണ്ട് A to B ആണെങ്കിൽ 1 വരത്തുള്ളൂ. ഇനി A to C ആണെങ്കിലോ, A to C ആണെങ്കിൽ 1 2 വരത്തുള്ളൂ. അപ്പോൾ 1 2 എന്ന് കിട്ടി. പിന്നെ ഡിസ്റ്റൻസ് നോക്കണം, മാക്സിമം ഡിസ്റ്റൻസ് ആണ്. ഇനി A to F ആണെങ്കിൽ 1 2 3 വരത്തുള്ളൂ. ഇനി A to G ആണെങ്കിലും എത്ര വരത്തുള്ളൂ? 1 2 3 വരത്തുള്ളൂ. ഇനി A to D ആണെങ്കിലോ 1 2 3 വരത്തുള്ളൂ. ഇനി A to E ആണെങ്കിലോ 1 2 3 4 വരും. ഓക്കെ, 4 വരും. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് ഇതിലെ മാക്സിമം നോക്കണം. ഓക്കെ, ഇതിലെ മാക്സിമം നോക്കണം. ഇതിലെ മാക്സിമം എത്രയാണ്? 4. സോ എസെൻട്രിസിറ്റി ഓഫ് A ഇസ് 4. ഡൗട്ട് ഇല്ലല്ലോ? എസെൻട്രിസിറ്റി ഓഫ് A ഇസ് 4. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തത് സിമിലർലി നമ്മൾ എസെൻട്രിസിറ്റി ഓഫ് B കണ്ടുപിടിക്കണം. എസെൻട്രിസിറ്റി ഓഫ് B ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എസെൻട്രിസിറ്റി ഓഫ് B എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ B എന്നുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ. B to A ആണെങ്കിൽ 1 വരത്തുള്ളൂ. B to A ആണെങ്കിൽ 1 വരത്തുള്ളൂ അല്ലേ? B to A ആണെങ്കിൽ 1 വരത്തുള്ളൂ. ഇനി B to C ആണെങ്കിലും 1 വരത്തുള്ളൂ. ഇനി B to F ആണെങ്കിൽ 1 2 വരും. ഓക്കെ, 1 2 വരും. ഇനി B to D ആണെങ്കിൽ 1 2 വരും. ഇനി B to G ആണെങ്കിലും 1 2 വരും. B to E ആണെങ്കിലോ 1 2 3 വരും. സോ ഇതിലെ മാക്സിമം ഏതാണ്? 3 ആണ്. സോ ദ എസെൻട്രിസിറ്റി ഓഫ് B ഇസ് 3. അങ്ങനെ സിമിലർലി ഞാൻ എല്ലാ വെർട്ടിസസും ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഓൾറെഡി എല്ലാ വെർട്ടിസസിൻ്റെ എസെൻട്രിസിറ്റി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എല്ലാ വെർട്ടിസസിൻ്റെയും എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വെർട്ടിസസിൻ്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? മിനിമം ഓഫ് എസെൻട്രിസിറ്റി നോക്കുക. മിനിമം ഓഫ് എസെൻട്രിസിറ്റിയിൽ ഏറ്റവും മിനിമം ഏതാണ്? ദയ്യാക്കാണല്ലേ. സോ ഇതാണ് എൻ്റെ സെൻറ്റർ. ദാറ്റ് മീൻസ് വെർട്ടെക്സ് C ഈസ് മൈ സെൻറ്റർ. എൻ്റെ വെർട്ടെക്സ് C ആണ് എൻ്റെ സെൻറ്റർ. അതിന് ഡൗട്ടൊന്നുമില്ലല്ലോ?
അപ്പോൾ അത്രയും നമുക്ക് മനസ്സിലായി. വെർട്ടെക്സ് സി ഈസ് ദ സെൻറ്റർ എന്ന് മനസ്സിലായി. ഇനി ചെയ്യേണ്ടത്, ഇനി നമ്മുടെ ഈ സെൻറ്റർ വെർട്ടെക്സ് സി ഈസ് ദ സെൻറ്റർ. ഓക്കെ, അപ്പം അതിന് വേണ്ടി എത്ര, കാരണം ഇവിടെ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ എൻ്റെ സെൻറ്ററാണ്. ഇങ്ങനെ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വേറൊരു മെത്തേഡ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ സി എന്ന് കിട്ടിയില്ലേ, ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടി ഇതാണ് സെൻറ്റർ എന്നുള്ളത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, വി നീഡ് ടു ഡിലീറ്റ് ഓൾ ദ പെൻഡൻറ്റ് വെർട്ടെക്സ്. ആദ്യം ഇതിൻ്റെ അകത്തുള്ള പെൻഡൻറ്റ് വെർട്ടെക്സ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുള്ള പെൻഡൻറ്റ് വെർട്ടെക്സ് ഞാൻ ഏതെന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നു. ഇതൊരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്, എഫ് ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്, ജി ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്, ഇ ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ ഇപ്പം നമുക്ക് സെൻറ്റർ സി എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ അല്ലാതെ ഞാൻ സെൻറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആ പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ടോ? അതാ ഉണ്ട്. ഞാൻ അങ്ങനെ ഈ പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഇതും പോകും, ഇതൊന്നും വേണ്ടല്ലോ ഇനി. അപ്പം ഞാൻ എല്ലാം പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ ട്രീക്കകത്ത് ആകെ 3 വെർട്ടിസസേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ പെൻഡൻറ്റ് വെർട്ടെക്സിനെല്ലാം ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എസെൻട്രിസിറ്റി, റിമൈനിങ് വെർട്ടിസസിൻ്റെ എസെൻട്രിസിറ്റി ഇപ്പം ഡിക്രീസ്ഡ് ബൈ 1 ആണ് അല്ലേ, 1 കുറയുവാണ്. 1 കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 3 മാറ്റിയിട്ട് ഇവിടെ എത്ര വരും, 2 വരത്തുള്ളൂ. സിമിലർലി ഇവിടുത്തെ 2 മാറ്റിയിട്ട് ഇവിടെ എത്ര വരും, 1 വരത്തുള്ളൂ. ഇവിടെ 3 മാറ്റിയിട്ട് ഇവിടെ 2 വരത്തുള്ളൂ. സ്റ്റിൽ ദ മിനിമം എസെൻട്രിസിറ്റി ഉള്ള വെർട്ടെക്സ് എന്ത് തന്നെയാണ്, സി തന്നെയാണ്. സ്റ്റിൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ എസെൻട്രിസിറ്റി മിനിമം ആയിട്ടുള്ള ആരാണ്, സി തന്നെയല്ലേ. അപ്പം അങ്ങനെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, പെൻഡൻറ്റ് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, പെൻഡൻറ്റ് വെർട്ടെക്സ് ഇതല്ലേ, പെൻഡൻറ്റ് വെർട്ടെക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പെൻഡൻറ്റ് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തു. ഇതൊരു പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ലേ, ഡി എന്ന് പറഞ്ഞാൽ പെൻഡൻറ്റ് വെർട്ടെക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പെൻഡൻറ്റ് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തു. സോ ഇതിപ്പം എസെൻട്രിസിറ്റി എന്താണ്, 0 ആയല്ലേ. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ദ ട്രീ ഇങ്ങനെ കണ്ടോ, എല്ലാ പെൻഡൻറ്റ് വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിൽ ഗെറ്റ് ദ സെൻറ്റർ ഓഫ് ദ ട്രീ. അപ്പോൾ നമുക്ക് പറയാം, ഈ ഒരു സോ നമുക്ക് ഫൈനലി നമുക്ക് സി എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് മാത്രമായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ട്രീക്കകത്ത് ഉള്ള ഈ ഒരു സെൻറ്റർ വെർട്ടെക്സ് അല്ലേ, ഒരു സെൻറ്ററേ ഉള്ളൂ, ദാറ്റ് ഇസ് സി എന്ന് പറഞ്ഞാൽ അതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം ഇറ്റ് ഈസ് എ സെൻറ്റേർഡ് ട്രീ, ബൈ സെൻറ്റർ അല്ല, സെൻറ്റേർഡ് ട്രീ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഹോംവർക്ക് തരാം. So this is another question, please do it yourself. Okay, find out the center by center. നമ്മൾ നേരത്തെ കണ്ട ട്രീക്കകത്ത് നമ്മൾ സെൻറ്റർ ആണ് കണ്ടുപിടിച്ചത്, സി എന്നുള്ളത്. അപ്പോൾ ഈ ട്രീക്കകത്ത് സെൻറ്റർ തന്നെയാണോ നമുക്കറിയത്തില്ല. സെൻറ്റർ നോക്കുക, ബൈ സെൻറ്റർ ആണോ അല്ല ബൈ സെൻറ്റർ ആണോ എന്നുള്ളത് നോക്കുക.